സിനിമയ്ക്കകത്ത് ഒരു 2 സീൻ ഞാനത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നിയൊരിതാണ്. ഞാനത് ഇപ്പോൾ ഈ ഒരു അവസരത്തിലങ്ങ് ചോദിക്കാൻ നോക്കി. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഈ സിനിമയുടെ ഏറ്റവും നല്ല 2 പെർഫോമൻസ് വന്നിരിക്കുന്ന അതുപോലത്തെ ഒരു 2 സീൻ അത് ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ചെയ്ത് കഴിഞ്ഞിട്ടും ദിലീപ് ജിയിലൊരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. അതായത് ഒരുപക്ഷെ ആ സീൻ നന്നായി വന്ന് അതിൻ്റെ എഴുതി അല്ലെങ്കിൽ ആ സീൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഇതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ദിലീപ് ജി അവിടെ ഫാദറിനെയും മദറിനെയും ഓർത്തോ? അല്ലെ പിന്നെ നമ്മളെ എപ്പോഴും നമ്മളെല്ലാവരും ഒരേപോലെ തന്നെയാണ്. എല്ലാവരും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ ചിന്തകൾക്ക് വ്യത്യാസം സംഭവിച്ചേക്കാം, പല ഡിഫറെൻ്റായിട്ട് ചിന്തിക്കാം. പക്ഷേ നമുക്കുണ്ടാകുന്ന സന്തോഷവും പെയിനും എല്ലാം ഒരേപോലെ തന്നെയാണ്. പലരുടെ മുഖത്ത് പല ഭാവത്തിൽ വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വേദന, നമ്മൾക്കുണ്ടാകുന്ന ഫീല്, അത് ജിത്തുഭായി പെട്ടെന്ന് അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ച ഫീൽ തന്നെ ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിയൽ ഫീലുകളൊക്കെ മാക്സിമം ഒരേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിൽ നിന്ന് വരിക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ പല സീനിൽ ഇപ്പോൾ തമാശ ചെയ്യുമ്പോഴും ഞാൻ ആസ്വദിച്ച് ചെയ്യുക, അതിൽ വിഷമ അനുഭവിക്കുമ്പോഴും ഞാനത് ആസ്വദിച്ച് ചെയ്യുക എന്ന് പറയുന്നത്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് കുറേ ഗ്ലിസറിൻ വാരിക്കൂട്ടി ഇട്ടിട്ട് നമ്മൾ കള്ളത്തരം അങ്ങനെയല്ല. ഇതൊരു ശരിക്കും പറഞ്ഞൊരു ഫ്രം ദ ഹാർട്ട്, ഇങ്ങനെ ഫ്രം ദ ബോട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ. കാരണം അത് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ആ സമയത്ത് അത് വല്ലപ്പോഴും നമുക്ക് വന്നു വീഴുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളെ ബോഡീനെ ഒരുപാട് ചതിക്കുന്നുണ്ട്. അപ്പോൾ പല സിനിമയിൽ നമ്മളോട് നമ്മുടെ ബോഡി ഇങ്ങനെ അച്ഛൻ കുറേ ഇന്നാൾ മരിച്ചാണല്ലോ, ഇത് കുറേ പ്രാവശ്യം മരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ കരയുന്നുണ്ട്. കാരണം ചില സമയത്തൊക്കെ അതാണ്, ചില സമയത്ത് നമ്മൾ ബ്ലാങ്കായി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയലായിട്ട് ഒരുപാട് ഈ നമ്മുടെ സെൻസിനെയൊക്കെ നമ്മളാണല്ലോ കൺട്രോൾ ചെയ്യണം. ആക്ട് ചെയ്യുമ്പോൾ മറ്റു പല ഓർഗാനിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെയാണ് എന്ന് ഞാൻ പഠിച്ചിട്ട് ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ് എന്ന് പിന്നെ ഞാൻ അതായി മാറി കറക്റ്റ് നിങ്ങൾ സംബന്ധിച്ച് ഓക്കെ ഗോഡ് കട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റിയലായിട്ട് അങ്ങോട്ട് പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ചിലത് ഉള്ളിൽ നിന്നിങ്ങനെ അറിയാണ്ട് സംഭവിക്കുക എന്ന് പറയല്ലേ, നമുക്ക് തന്നെ തോന്നും. കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു എന്നുള്ളത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പോഴും എൻ്റെ എവിടേക്കോ ഉണ്ട് പുള്ളി എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒറ്റപ്പെടുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാനോ അങ്ങനെയൊക്കെയുള്ള ഒരാളില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം സെയിം ഫീൽ തന്നെ ആയിരിക്കും ജിത്തുഭായിക്ക്. ഡെഫിനറ്റ്ലി എന്നേക്കാൾ മുമ്പ് അത് അനുഭവിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും മനസ്സിലായില്ല. അപ്പം അത് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഫീലുകൾ ഉണ്ടാവും. പക്ഷെ അത് ഉള്ളിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ റിയൽ ഇത് കണ്ണുകളിലൂടെ കറക്റ്റ് വരുന്നതാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ദിലീപ് ജിയുടെ ജീവിതത്തിലെ ഒത്തിരി മുഹൂർത്തങ്ങൾ ഈ സിനിമയിലൂടെ വന്നു പോകുന്നുണ്ട് പല സ്ഥലത്തും. ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതമായിട്ട് ബന്ധപ്പെടുന്നുകൊണ്ടാണ്. ഇപ്പം ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് പറഞ്ഞ സിനിമയിൽ പലരും അത് കഥാപാത്രങ്ങൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്ന പോലെ എനിക്ക് ഈ സിനിമയിൽ ഞാൻ കണ്ടൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിഷ് ചെയ്യാതെ പച്ചയായിട്ട് വരുന്ന ഭാവങ്ങളും പച്ചയായിട്ട് വരുന്ന സംസാരങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരുപക്ഷെ ഞാൻ അത് ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു കാര്യമാണ്, NRIസിന് ഇത് ഒത്തിരി ഈ സിനിമ സ്വാധീനിക്കാൻ സാധ്യത കാണുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മളിവിടെ വന്നിട്ട് പൈസ എങ്ങനെ കഷ്ടപ്പെട്ട ഒരാൾ പുറം രാജ്യങ്ങളിൽ പൈസ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. കഷ്ടപ്പെട്ട് പാടുപെട്ട് എത്ര എങ്ങനെയൊക്കെ എന്നിട്ട് ജീവിതം ചിലർ അവിടെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ തീർച്ചയായിട്ടും കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ അത് ചിരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒരു കണ്ണ് നിറയോ സംഭവിച്ചേക്കാം അവർക്ക്. ഞാനും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ സിനിമ കാണുമ്പോൾ പലപ്പോഴും എനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതാണല്ലോ എന്ന് തോന്നുന്നുള്ളൂ. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നിടത്താണ് അല്ലേ ശരിക്കും ഒരു സിനിമയുടെ ഒരു വിജയം. തീർച്ചയായിട്ടും അതിനെ നമ്മൾ ഒരു തമാശയുടെ ഒരു ഇതിലൂടെ ചിരിച്ചുകൊണ്ട് ചില സങ്കടം പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ കുത്തിക്കയറും എന്ന് പറയുന്ന പോലെയുള്ളതാണ്. പക്ഷെ ഇതിൽ ജനങ്ങളെ ഒരുപാട് ചിരിപ്പിക്കണമുണ്ട്. ഞാൻ തന്നെ ഡബ് ചെയ്യുമ്പോൾ തന്നെ പൊട്ടിച്ചിരിച്ച ഒരുപാട് സീക്വൻസുകൾ ഉണ്ട്. സീരിയസ്നെസ് ഉണ്ട് വളരെ സീരിയസ് ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു പോകും.
അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് ഒരു സിനിമയ്ക്ക് കിട്ടുക എന്നുള്ളത് അപൂർവമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സിനിമ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകളും വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരുമാതിരിയുള്ള എല്ലാ ക്യാരക്ടറുകളും തന്നെ അവർ ശരിയും ചെയ്യുന്നുണ്ട്, തെറ്റും ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പച്ചയായിട്ട് ആരും പോളിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു റിയലിസ്റ്റിക് ഒരാളെ വെള്ള പൂശാതെ കൊണ്ടുവന്നാണ് ജനങ്ങളുടെ മുമ്പിലുള്ള ആളുകളുടെ റിയൽ വേർഷൻ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ള പൂശുന്നത് നായകനെ നായികയാണ്. അതുപോലും നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. എന്താണ് ലൈഫിൽ നടക്കുന്നത് അതങ്ങോട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ആ അപ്രോച്ചാണ് അതിൽ ഇഷ്ടമായത്. അല്ല, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ ടാഗ് ലൈൻ അത് കറക്റ്റാണ് അല്ലേ? ജീവിതമാണ്. ഇതൊരു ജീവിതം മാത്രമാണ്. മാത്രമാണ് ജോസൂട്ടിയുടെ ജീവിതം.